സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ആണ്. ദൈവം അദ്ദേഹത്തെ വളരെ ശക്തമായി ഉപയോഗിപ്പാൻ ഇന്നത്തെ ക്ലാസ് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും കർത്താവിന്റെ ദാസന്റെ ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമേറിയ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. അഗപ്പേ ബൈബിൾ കോളേജിനായിട്ട് സ്തോത്രം. നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട് സ്തോത്രം. ദൈവം പഠിപ്പിക്കാൻ അവിടുത്തെ അഭിഷേകത്തിനെ ശക്തമായി ഉപയോഗിക്കണമേ. CV ആൻഡ്രൂസ് പാസ്റ്റർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറവോടെ ദൈവം ക്ലാസ് എടുക്കുവാൻ പഠിപ്പിക്കാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ആഴമേറിയ ആലോചനകൾ, ചിന്തകൾ അടിയങ്ങൾക്ക് നൽകി തരണമേ. അഭിഷേകം ഉപയോഗിക്കണമേ. ലീഡ് ചെയ്യുന്ന ബഹുമാനിക ലാലു പാസ്റ്റർക്കായിട്ട് സ്തോത്രം. ഷാജി പാസ്റ്റർക്കായി സ്തോത്രം. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ശ്രേഷ്ഠായ ദൈവാസ്യന്മാർക്കായി ഏവരും സഹായിക്കും. പരിശുദ്ധ നിന്ദ്രയ്ക്കും പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. താങ്ക് യു ബ്രദർ എൽദോസ്. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ക്ലാസ് എടുക്കും. ഇന്ന് വായിക്കുവാനായിട്ട് പ്രിയ സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്, അഞ്ജു, സാറ. വേറെ ആരാണ് സഹായിക്കുന്നത്? ആരായിരുന്നു? ബിന്ദു. ഓക്കെ, സിസ്റ്റർ ബിന്ദു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. 3 പേരെ പേര് കൊടുത്തിട്ടുണ്ട്. പാസ്റ്റർ ആരായിരുന്നു? പേരൊന്ന് പറയണേ. മോളി രാജൻ. സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്, അഞ്ജു, സാറ, മോളി രാജൻ, ബിന്ദു. ബിന്ദുവിന്റെ ഫുൾ പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി ബിന്ദുമാരുണ്ട്, അപ്പൊ മാറിപ്പോയനായിരുന്നു. ഓക്കെ, എനിവേ സാരമില്ല. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ 7ാമത്തെ ലെസണിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രികാലം വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെയും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആദ്യമായി വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ലാലു ജേക്കബ് പാസ്റ്റർ, അതുപോലെ തന്നെ പാസ്റ്റർ ഷാജി കെ ദാനിയേൽ, ഈ ദൈവത്തിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ പഠനവും ഈ പ്രവർത്തനവും എല്ലാം അനുഗ്രഹമായിരിക്കാൻ തക്കണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അഗാപ്പെ ബൈബിൾ കോളേജിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ തൊലിയ TV ഒരു ക്ലാസ് എടുത്ത് 10 മിനിറ്റ് ആയുള്ള അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉടൻ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹവും ഈ പഠിപ്പിക്കാനുള്ള ആഗ്രഹവും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഗാപ്പായിലെ സ്റ്റുഡൻസിനെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7ാമത്തെ ലെസണിലേക്കാണ് വന്നിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8ാമത്തെ വാക്യം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അത് ഒരമ്മാമ്മ പാട്ട് പാടിയായിരുന്നു. അത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്തത് ശൈമേ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ അത്ഭുതമാണ്. 1-ാം അധ്യായം 8ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ വരവിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാൻ തക്കവണ്ണം ഇടയായി. അത് പറഞ്ഞിട്ട് ഉടൻ തന്നെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുകയാണ്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനുമായി വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായി കിടക്കുകയാണ്. ആ ഏകനായി കിടക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് ലഭിച്ച ഒരു ദൂതാണ്, അതെല്ലാവരോടും പറയുന്ന ഒരു ദൂതായിട്ടാണ് ഇവിടെ വായിക്കുന്നത്. ഞാൻ അൽഫ, ഞാൻ ഒമേഗ. 24 അക്ഷരങ്ങളുള്ള ഗ്രീക്ക് ഭാഷയിലെ അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമാണ് അൽഫ.
അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ഗ്രീക്ക് അക്ഷരമാലയിൽ 24 അക്ഷരങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ അക്ഷരം അൽഫ എന്നും അവസാനത്തെ അക്ഷരം ഒമേഗ എന്നുമാണ്. അതിനെക്കുറിച്ച് മറ്റു ഭാഗത്ത് പറയുന്നത് ഞാൻ ഒന്നാമത്തവനും ഞാൻ ഒടുക്കത്തവനുമാകുന്നു എന്നാണ്. ഇതേ ഭാഗം തന്നെ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും ഇതേ വാക്യം തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. വായിക്കാൻ വീണ്ടും വായിച്ചേ. ഞാൻ ആൽഫയും ഒന്നാമനും ഒടുക്കത്തവനും ആകുന്നു. നമ്മൾ കൂട്ടമായിട്ട് വായിച്ചാലും കുഴപ്പമില്ല, കാരണം ഉറങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഉണരാൻ തക്ക വേണ്ടിയായി തീരും. നിങ്ങളുടെ ഉത്സാഹത്തെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം വളരെ ഉത്സാഹത്തോടെ നമ്മുടെ സഹോദരിമാരൊക്കെ വായനയിൽ വളരെയധികം ഉത്സാഹികളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്നത് ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോഴും കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഈ രണ്ട് പറച്ചിലിന്റെ ഇടയിലുള്ളതാണ് ഈ വെളിപ്പാട് പുസ്തകം. 1-ാം അധ്യായത്തിൽ പറയുന്നതിന്റെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. 1-ാം അധ്യായത്തിൽ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. അവസാനവും പറയുന്നു ഞാൻ അൽഫയും. 22-ാം അധ്യായം അവസാനവും പറയുന്നു. 22-ാം അധ്യായത്തിന് പറയുന്നു, പുസ്തകത്തിന്റെ അവസാനം പറയുന്നു ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും ആരംഭമാണ്. ആരംഭത്തിൽ തന്നെ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിയുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനവും ക്രിസ്തു തന്നെയാണ്. ഈ രണ്ട് ഭാഗങ്ങളിലേക്ക് കാണുന്ന ഈ വാക്കുകൾ നമ്മളെ വളരെ ചൈതന്യം സൃഷ്ടിക്കുന്ന ഭാഗങ്ങളാണ്. ദൈവം ആദ്യനും അന്ത്യനും ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാത്തിൻ്റെയും ആദ്യം നമ്മുടെ കർത്താവായ യേശുവാണ്. എല്ലാത്തിൻ്റെയും അവസാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതേ പിതാവായ ദൈവത്തിനും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവത്തിനും പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നത്. അതേ പദം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തു സൃഷ്ടിയാണെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശ സംഘടനകളുണ്ട്. ഇന്ന് അതിനൊരു മറുപടിയും കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കണം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമാണോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുന്ന ഒരു കാലയളവാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും കൂടെ നമുക്ക് ഈ കാര്യത്തിൽ അറിഞ്ഞിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്ന ഭാഗമാണ് ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന്. ഒന്നാമത്തിനും ഒടുക്കത്തിനും ആദ്യം അന്തനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന് കൊടുത്തിരിക്കുന്ന അതേ പദം തന്നെയാണ് പിതാവായ ദൈവത്തിനും കൊടുത്തിരിക്കുന്ന. യെശയ്യാപ്രവചനം 44-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നോക്കണമേ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. കേട്ടോ. ഇനിയും അതിന്റെ 48-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും ദൈവം തന്നെ പറയുന്ന വാചകം ശ്രദ്ധിച്ചാട്ടെ. 48-12. ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എന്റെ വാക്ക് കേൾക്കാം, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. ദൈവം പറയുന്ന വാചകം കേട്ടോ. പിതാവായ ദൈവത്തിന്റെ ഒരു ശബ്ദമായിട്ടാണ് നമുക്കത് കാണുവാൻ തക്കണം കഴിയുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. 3 പ്രാവശ്യം യെശയ്യാപ്രവചനത്തിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ്. 41-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ 41-4, 44-6, 48-12. ഈ 3 ഭാഗങ്ങളിൽ അതേ പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ പറയുന്ന ഒരു വാചകമാണ് ഇസ്രായേലേ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. പിതാവായ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന അതേ തുലനമായിട്ടുള്ള പദമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഞാൻ ആദ്യം അന്ത്യനുമാകുന്നു. ദൈവത്തിന് നമ്മൾ ബേത്ലഹേമിൽ കർത്താവായ യേശു ജനിച്ചതായിട്ടാണ് അനേകർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപേ നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നുവെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. സകലത്തിൻ്റെയും ആരംഭം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സകലത്തിൻ്റെയും അവസാനം അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത്. നമ്മുടെ കർത്താവിൻ്റെ നിത്യ അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ നിത്യനാണ്. ബേത്ലഹേം മുതലല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം ദൈവം, പിതാവായ ദൈവം എന്നുണ്ടോ അന്ന് മുതലേ പുത്രന്റെയും നിത്യത നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പഴയ നിയമത്തിൽ അതേ നമ്മൾ വായിക്കുന്നു 91 സങ്കീർത്തനം, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇതേ പദം കാണുവാൻ കഴിയുന്നു. 91:1 വായിച്ചുവിടാം പെട്ടെന്ന്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ പാർക്കുകയും ചെയ്യുന്ന യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. നോക്കണമേ, സർവശക്തൻ എന്നുള്ള പദം കണ്ടോ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് നമ്മുടെ ദൈവമായ കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. വായിച്ചേ. ഞാൻ സർവശക്തികൾ, എനിക്ക് കൂടെ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. വായിച്ച നമ്മളെ. അബ്രാഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടങ്ങുന്ന നിഷ്കളങ്കനായിരിക്കാം. ഞാൻ ചില കാര്യങ്ങൾ തെളിയിക്കാനായിട്ടാണ് ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിന്റെ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കത്തക്ക നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ് നമ്മൾ പറയുന്നത്. വെളിപ്പാട് പുസ്തകം ഭാവികാല കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ ശരിയായിട്ട് തിയോളജി പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടാണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് ഇതൊക്കെ ചേർത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളിതെല്ലാം പഠിച്ച് പൂർണ്ണമായി അഭ്യസനം പ്രാപിച്ച് നമ്മളോട് എതിർക്കാൻ വരുന്ന ആൾക്കാർക്ക് മറുപടി കൊടുക്കത്തക്കോണം നമ്മൾ അഭ്യസനം പ്രാപിക്കാൻ തക്കോണമാണ് ദൈവമായ കർത്താവ് ഈ കാര്യം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏൽ ഷദായി എന്നുള്ള പദമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായ ഭാഷയിൽ ഏൽ ഷദായി എന്ന് പറഞ്ഞാൽ ഞാൻ സർവശക്തൻ. 99 വയസ്സായപ്പോൾ അബ്രഹാമിനോട് പറയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഏൽ ഷദായി. സർവശക്തൻ എന്നുള്ള പദം പുതിയ നിയമത്തിൽ 10 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സർവശക്തൻ പുതിയ നിയമത്തിൽ 10 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ദുരുപദേശങ്ങളെ കണ്ണിക്കുന്ന എൻ്റെ കണ്ണപ്രസംഗങ്ങൾ ഒരുപാടൊന്നും യൂട്യൂബിൽ കിടപ്പുണ്ട്. ശാബദ് മിഷന്റെ ദുരുപദേശ ഖണ്ഡനം, അതുപോലെ യഹോവ സാക്ഷിയുടെ ദുരുപദേശ ഖണ്ഡനം, അതുപോലെ മോർമോൺ സഭയുടെ ദുരുപദേശ ഖണ്ഡനം. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതിനുള്ള മറുപടി, ദൈവം ത്രിയേകനാണെന്ന് ശക്തമായി തെളിയിച്ചിട്ടുള്ള പ്രഭാഷണങ്ങൾ, ഇതൊക്കെ എൻ്റെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നാലും ഞാൻ ഈ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ത്രിയോഗത്വം വ്യക്തമായി ഒരൊറ്റ കുഞ്ഞിനെ എതിർക്കാൻ തക്കണം ഒക്കാത്ത നിലയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അത് എടുക്കേണ്ട സമയം കഴിഞ്ഞു. അത് 1-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങളായിരുന്നു എടുക്കേണ്ടത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം ഞാൻ സർവശക്തൻ. ഈ പെരുമ്പാവൂര് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ തോന്നുന്നു, ഒരു ക്രിസ്ത്യൻ യുവാവ് അദ്ദേഹം മുസ്ലിം മതം സ്വീകരിച്ച് അവിടുത്തെ പുരോഹിതനായി അവിടെ അവരുടെ പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണ്, നല്ല അറിവുള്ള വ്യക്തിയാണ്. നല്ല അറിവുള്ള ആ വ്യക്തി അദ്ദേഹം തലതിരിഞ്ഞ് അദ്ദേഹം എന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ദൈവമാണെന്ന് താൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എടുത്ത് എന്നെ കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ എത്രയോ വാക്യങ്ങളുണ്ട്, അതാ പറഞ്ഞ ദൈവമക്കൾ ഓർത്തിരിക്കണം. യേശു ക്രിസ്തു തന്നെത്താൻ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ഭാഗം, അതിന് ഞാൻ പല മറുപടി കൊടുത്തു. ആ മറുപടിയൊക്കെ ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എടുത്തു കാണിച്ച വാക്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 9 പ്രാവശ്യം കർത്താവ് പറയുന്നു, ഞാൻ സർവശക്തനാണ്. ഇവിടെ വായിക്കുന്നു 9 പ്രാവശ്യം. നമ്മളെല്ലാം ഈ പദം തന്നെയാണ് ബൈബിളിൽ ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ 9 ഭാഗങ്ങൾ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, കാര്യം ആരെന്ത് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലും ഞാൻ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ. എന്റെ മോളെ അതൊന്ന് ഓഫ് ചെയ്യേ പ്ലീസ്. ആരാത് ഇവിടെ വായിക്കുന്നത്? ഞാൻ സർവശക്തിയുള്ള
ദൈവമായ കർത്താവാണെന്ന് 9 പ്രാവശ്യം അത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ എഴുതിയെടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം എഴുതിയെടുത്തു. ഇത് ബൈബിൾ കോളേജ് അല്ലേ? 1-ാം അധ്യായം 8-ാം വാക്യം, 4-ാം അധ്യായം 8-ാം വാക്യം, 11-ാം അധ്യായം എന്തുവാ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. 11-ാം അധ്യായം 17-ാം വാക്യം. പറഞ്ഞ് മാറി കിടക്കുമല്ല. പുള്ളി ഇവിടെ ഇല്ലാത്തപ്പോ അവരാ ചർച്ച ഗ്രോത്തിന് വേണ്ടി അതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുമല്ലോ ആരും? 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. അത് ഓഫ് ചെയ്തിട്ട് കൂടെ ഓൺ ആക്കി വെച്ചാ വർത്താനം പറയുന്നത്. ഒരു ഷോൺ തോമസാ. എന്നോടുള്ള പണക്കം കൊണ്ടായിരിക്കും. 15-ാം അധ്യായം 3-ാമത്തെ വാക്യം, 16-ാം അധ്യായം 7-ാമത്തെ വാക്യം, 16-ാം അധ്യായം 14-ാമത്തെ വാക്യം, 19-ാം അധ്യായം 15-ാമത്തെ വാക്യം, 19-ാം അധ്യായം 6-ാമത്തെ വാക്യം, 21-ാം അധ്യായം 22-ാമത്തെ വാക്യം. 9 പ്രാവശ്യം, 9 പ്രാവശ്യം നമ്മളവിടെ വായിക്കുന്നു. കർത്താവായ യേശു പറയുന്ന വാചകമാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, സർവശക്തനാകുന്നു, ദൈവമായ കർത്താവാകുന്നു. സർവശക്തനായ ദൈവമായ കർത്താവാണെന്ന് 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറയുന്ന ഭാഗങ്ങളാണ്. പുതിയ നിയമത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്ന ഭാഗമാണ് അത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതൊന്ന് വായിച്ചാട്ടെ. 2 എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിപുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്ത ആട്ടല്ലേ എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അത് വായിക്കാതെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ അതേ പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ആദിയും അന്തവുമാകുന്നു, ഒന്നാമത്തനും ഒടുക്കത്തനുമാകുന്നു എന്ന് നമുക്ക് കേൾക്കുവാൻ തക്കണം ഇടയായി. പുതിയ നിയമത്തിൽ 10 പ്രാവശ്യം ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവാകുന്നു. അതിൽ 1 പ്രാവശ്യം 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിലും 1 പ്രാവശ്യം 2 കൊരിന്ത്യർ 6-17 നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ഈ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ തക്കണം. ഞാനൊരു വലിയ നോട്ട് അതിനെക്കുറിച്ച് തയ്യാറാക്കി. അതിനെക്കുറിച്ച് എന്നോട് തർക്കിക്കാൻ വന്ന ആൾക്കാരുടെ വായെ അടപ്പിക്കാൻ തക്കണം ദൈവം എനിക്കിടയാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സന്ദർഭത്തിൽ യേശു ക്രിസ്തുവിനെ തന്നെത്താൻ ദൈവമാക്കിയതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ കടന്നു വന്ന അനേകരുണ്ട്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഇപ്പോഴും വായിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ നമ്മൾ അത് പ്രവൃത്തിയിൽ കൂടാണ് തെളിയിക്കേണ്ടത്. അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 5:18 അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. നമുക്ക് കൂട്ടത്തോടെ വായിക്കുന്നുണ്ട്, നമുക്കിത് ലഭിക്കാൻ തക്കോണം ഇവിടെയായി തീരുന്നില്ല. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു വിടാം. ദൈവത്തിന് സ്വാതന്ത്ര്യം അതേ നടക്കത്തു. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നമുക്ക് അല്പസമയം കേൾക്കാൻ പോവുകയാണ്. അത് നമ്മൾ വായിക്കുന്നു 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യോഹന്നാൻ 5:18 ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചു പോന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതേ ദൈവം ഞാനും പിതാവ് ഒന്നാകുന്ന കർത്താവ് പറഞ്ഞാൽ ഉടനെ അവര് മനസ്സിലാക്കുന്നത് ദൈവത്തോട് സമമാക്കുന്നതാണ്. തന്നെത്താൻ ദൈവത്തോട് സമമാക്കി എന്ന് സംസാരിച്ചുകൊണ്ട് കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നത്? നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ
നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നത്? കർത്താവ് കൊടുത്ത മറുപടി എന്നറിയാമോ? നിന്നെ കൊല്ലുവാൻ ഭാവിക്കുന്ന ഒറ്റ കാരണമുള്ളൂ, നീ തന്നെത്താൻ ദൈവത്തോട് സമമാക്കി എന്നാ കർത്താവ് പറയാണ്. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കേ. യേശുക്രിസ്തുവിന്റെ ഉടനെ ഇവനെ കൊല്ലാൻ തുടങ്ങിയല്ലേ, കൊല്ലാൻ വരികയാണല്ലേ. ഓ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയൊരു അബദ്ധം പറ്റിപ്പോയതാ, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ഇല്ല, താൻ ദൈവമായതുകൊണ്ട് താൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. താൻ ദൈവമായിരുന്നു, ദൈവമാണ്, അതുകൊണ്ട് താൻ ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ഇന്ന് രാത്രികാലം ഇനി 40-50 മിനിറ്റ് കൂടെ ഉള്ളൂ, നിങ്ങൾ ഇത് മുഴുവൻ മനഃപ്പാടമാക്കണം, ഈ വാക്യങ്ങൾ എഴുതിയെടുക്കണം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ അരിക്കൽ തന്റെ ശിഷ്യന്മാരെ അയച്ചു. യോഹന്നാനെ ഇപ്പോൾ കാരാഗൃഹത്തിലാക്കിയിരിക്കുകയാണ്. കാരാഗൃഹത്തിലാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇതാണ് വരാൻ പോകുന്ന മശിയ എന്ന് 2 പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ ഒരു ദൂതനെ അയക്കും എന്ന് പറഞ്ഞ ആ വഴി നിരത്തുന്ന ദൂതനാണ് കർത്താവായ യേശു, യോഹന്നാൻ സ്നാപകൻ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടത് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കർത്താവും നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് കടന്നു വരും, പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് കടന്നു വരും. അപ്പൊ അവിടെ വഴി നിരത്തുന്ന ദൂതൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനും നിയമദൂതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിന് വേണ്ടി പാത ഒരുക്കാൻ തക്കവണ്ണം കടന്നു വന്നാണ്. അതെ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ തീയിലും വെള്ളത്തിലും സ്നാനം കഴിപ്പിക്കും. അതേ, ഞാൻ യോഗ്യനല്ല, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ തക്കൊണ്ട് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തെ ഇപ്പോൾ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഹേരോദാവിനോട് സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് നിനക്ക് ഉചിതമല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിലാണ് ഇപ്പോൾ താൻ കാരാഗ്രഹത്തിൽ കടന്നു വന്നിരിക്കുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ, ഇത്രയും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ ആരുമില്ല. ഇത്രയും നാളായിട്ട് തനിക്ക് കാരാഗ്രഹത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ മനസ്സ് അല്പം ഒന്ന് ക്ഷീണിച്ചു. അതുകൊണ്ട് താൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് യേശുക്രിസ്തുവിനോട് ചോദ്യം ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ? ഇതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ചോദ്യം. വരുവാനുള്ളവൻ നീയാണെങ്കിൽ നിശ്ചയമായിട്ടും എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് വിടുവിച്ചെന്നെ. ഇതുപോലെ പ്രയാസഘട്ടം വരുമ്പോൾ നമുക്കും ഉണ്ടാകുന്ന ഒരു പരിശോധനയല്ലേ. ഉടനെ കർത്താവ് കൊടുത്ത മറുപടിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ വരുവാനുള്ളവൻ നീയാണെന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് കർത്താവ് മറുപടി കൊടുക്കുന്നില്ല. കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട് തെളിയിച്ച് പറയാതെ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം യോഹന്നാനെ ചെന്നറിയിപ്പി. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം അപ്പുറം പറഞ്ഞ പോലെ, ഒരു കാലിൽ മുടന്തുള്ള ഒരു വ്യക്തി വഴിയോടെ നടന്നു പോകുമ്പോൾ അവൻ മുടന്തനാണെന്ന് തെളിയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവന്റെ നടപ്പ് കാണുമ്പോൾ നമുക്കറിയാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു അന്ധനെ അവൻ അന്ധനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? അവന്റെ ജീവിതം കാണുമ്പോൾ നമുക്കറിയത്തില്ലേ അവൻ അന്ധനാണെന്ന്? യോഹന്നാനോട് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യോഹന്നാനെ, നീ കാരാഗ്രഹത്തിൽ കിടക്കുന്നെങ്കിലും ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. ഇവിടെ ഇപ്പോഴും അത്ഭുതങ്ങൾ നടക്കുന്നു. കുരുടർ കാണുന്നുണ്ട്, അതേ, ചെകിടർ കേൾക്കുന്നുണ്ട്, മരിച്ചവർ ഉയർക്കുന്നുണ്ട്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നീ അറിഞ്ഞാൽ മതി. കാരണം വരുവാനുള്ളവൻ ഞാൻ തന്നെയാണ് യേശു എന്ന് വ്യക്തമായി കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടിയാണ്. ഈ ശിഷ്യന്മാർ പോയതിനു ശേഷം അവിടെ നിന്ന വ്യക്തിയോട് കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുണ്ടായി. മരുഭൂമിയിൽ നിങ്ങൾ ആരുടെ ശബ്ദം കേൾക്കാനാണോ പോയത്? അതേ, പ്രവാചകന്റെ ശബ്ദം കേൾക്കാനാണോ? യേശു ക്രിസ്തു കൊടുത്ത മറുപടി, പ്രവാചകരിലും മികച്ചവനെ കാണാനാണ് പോയത്. ഇത്രമാത്രം സംശയം ചോദിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെല്ലാവരും ആണ് പറഞ്ഞേനെ അവൻ തീർന്നു, അവനിപ്പം കൃപയൊന്നുമില്ല എന്ന് പറഞ്ഞ് യോഹന്നാനെ താറടിച്ചേനെ. എന്നാൽ കർത്താവ് കൊടുത്ത മറുപടി എന്നറിയാമോ? പ്രവാചകന്റെ മികച്ചനാണവൻ. എന്നിട്ട് പറഞ്ഞ അടുത്ത വാചകം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ ആരുമില്ല. യോഹന്നാൻ സ്നാപകനെ കുറിച്ച്
വലിയ ഒരു അഭിപ്രായം കർത്താവ് പറയുണ്ടായി. പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവ് ഉണ്ടോ, കർത്താവ് ജീവിച്ചിട്ടുണ്ടോ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളുണ്ട്. അതേ ചാർലി ഹെറിക് എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അമേരിക്കയിൽ വെടിവെച്ചു വന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. യുവാക്കന്മാരുടെ ഇടയിൽ വലിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 2 കുഞ്ഞുങ്ങളുള്ള ഒരു വ്യക്തി. അതേ 1,00,000-ലധികം പേര്, അതേ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ആ സെനറ്റ് ഉൾപ്പെടെ സംബന്ധിച്ച വലിയ ഒരു ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ച കൊന്ന യുവാവ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ട് അവൻ വെടിവെച്ചിട്ട് പോയി. എന്നാൽ സ്വന്തം പിതാവാണ് അവനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. നീ പോയേ ഒക്കത്തുള്ളൂ, നീ കീഴടങ്ങിയേ ഒക്കത്തുള്ളൂ. നിരപരാധിയായി ആയിരക്കണക്കിന് ആൾക്കാരെ സുവിശേഷ വേലയ്ക്ക് നയിക്കുകയും അതേ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് അനേകരെ തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ചാർലി. അദ്ദേഹത്തെ ഒരു കൈത്തോക്കിന്റെ വെടികൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തീർത്തു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരും ചോദിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ദൈവമില്ലാഞ്ഞിട്ടാണോ? അതെ, ദൈവമുണ്ട്. അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അമേരിക്കയിൽ കടന്നു വരുവാനൊക്കെ ഇടയായത്. സ്തേഫാനോസിന്റെ മരണം കൊണ്ട് അതേ എന്താണ് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ, സ്തേഫാനോസ് ചെറുപ്പക്കാരനായിരുന്നു, ഒരു 20-21 വയസ്സേ ഉള്ളൂ. അദ്ദേഹം അതേ ഒറ്റ പ്രസംഗത്തിൽ അദ്ദേഹത്തെ അവർ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ള ചോദ്യം നമ്മുടെ മുൻപാകെ കടന്നു വരാം. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. അവന്റെ മരണം കൊണ്ട് ക്രിസ്തീയ സഭ വളരുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അതേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് ആരും ജീവൻ കൊടുത്തതല്ല കേട്ടോ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം വായിക്കും തോറും നമുക്ക് മറ്റ് സുവിശേഷന്മാർ പറഞ്ഞിട്ടില്ലാത്ത അനേക കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ഞാനും പിതാവും ഒന്നായിരുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ശക്തിയോടെ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് സുവിശേഷകനാകുന്ന യോഹന്നാൻ. മത്തായി യേശു ക്രിസ്തുവിനെ രാജാവായി പറയുമ്പോൾ, മർക്കോസ് യേശു ക്രിസ്തുവിനെ ദാസനായി പറയുമ്പോൾ, ലൂക്കോസ് യേശു ക്രിസ്തുവിനെ മനുഷ്യനായി പറയുമ്പോൾ, പൂർണ്ണ ജഡമെടുത്തു വന്ന യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞ വാചകം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇടിമക്കളിൽപ്പെട്ട യോഹന്നാൻ. സബദി മക്കളുടെ മകനായ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ. എബ്രായ ലേഖനം 13:8 വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് വായിക്കുന്നില്ലേ? എബ്രായ ലേഖനം 13:8 യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അവൻ ഇന്നലെ അനന്യനാണ്, ഇന്നും അനന്യനാണ്, എന്നും എന്നേക്കും അനന്യനാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ തക്കവണ്ണം ആർക്കും സാധ്യമല്ല. യെശയ്യാ പ്രവചനം 9:6 വായിക്കുമ്പോൾ നിങ്ങൾ വാക്യം തീർത്തു. യെശയ്യാ 9:6. ഇത് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അതേ ചുരുളുകൾ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു ശിമിയോൻ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ ശിമിയോൻ യെശയ്യാ പ്രവാചകന്റെ ചുരുളെഴുതിയ സന്ദർഭത്തിൽ ഈ ഭാഗം വന്നപ്പോൾ താൻ എഴുത്ത് നിർത്തിയെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. കാരണം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. താൻ വിചാരിച്ചത് എങ്ങനെ സംഭവിക്കും? കന്യക എങ്ങനെ ഗർഭിണിയാകുന്നത്? പുരുഷനെ അറിയാതെ എങ്ങനെ ഗർഭിണിയാകും? ഞാനത് വിശ്വസിക്കട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ എഴുത്ത് നിർത്തി. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഇത് കാണാതെ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. നീ ഈ ആശ്വാസദായകനെ കാണാതെ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അവൻ അനേക വർഷങ്ങൾ ജീവിച്ചിരിപ്പാൻ തക്കണ്ടയായി തീർന്നു. അത് കണ്ടതിന് ശേഷമാണ് ശിമിയോൻ മരിച്ചത്. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണമേ, ദൈവത്തിന്റെ ആ നിത്യത്വം,
പിതാവായ ദൈവം എന്ന് ആരംഭിച്ചോ അന്ന് മുതൽ നമ്മുടെ പുത്രനുമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അന്ന് മുതൽ പരിശുദ്ധാത്മാവ് കൊണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതേ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യവും അതിന്റെ 26-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് തന്നെ തന്നെ നോക്കണമേ, പിതാവ്, ആ വാക്യം ശ്രദ്ധിക്കണം, പിതാവ് തന്നെ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുണ്ട്, പുത്രനും തന്നെ തന്നെ ജീവനുണ്ട്. ഇത് കൊണ്ടൊക്കെ എന്തോ തെളിയിക്കാനാണ്? അവന് ജീവൻ കൊടുത്തതല്ല. അതേ ആദാമിന് മൂക്കിൽ കൂടെ ജീവശ്വാസം ഊതി ജീവൻ കൊടുത്തതല്ല യേശു ക്രിസ്തുവിനെ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. രക്ഷിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, എല്ലാം നമ്മുടെ യാതന അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സകലത്തെയും സൃഷ്ടിച്ചവനും തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവനാണ് നമ്മുടെ യേശു എന്നുള്ള കാര്യം ദൈവമക്കൾ ഓർക്കുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ വായിക്കാൻ തക്കൊന്നും അത് ഞാൻ പോകുന്നില്ല. അത് കൂട്ടമായിട്ട് വായിക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്നു. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പേര് വിളിച്ചേ വായിപ്പിക്കത്തുള്ളൂ. അവിടെ വായിക്കുന്നു, സർവവും അതേ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു. ആ വാക്യം എൻ്റെ ഒരു കൺവെൻഷൻ പ്രസംഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ നോക്കിയപ്പോൾ മറിയുടെ മകൻ, യോസേഫിന്റെ മകൻ, തച്ചന്റെ മകൻ, വേശ്യാപുത്രൻ, ഈ നിലയിലൊക്കെ യേശു ക്രിസ്തുവിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ തക്കവണ്ണം നടന്ന പൗലോസ് പറയാണ്, അവനിലല്ലോ, യേശു ക്രിസ്തുവിൽ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഉൾപ്പെട്ട ശരീരമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശരീരം. അത് ഈ ലോകത്തിൽ മാനുഷിക രക്തത്താൽ ജനിച്ച അതേ അല്ല നമ്മുടെ കർത്താവ്. പിതാവായ ദൈവം പ്രത്യേകമായ ഒരുക്കിയ, തന്നെത്താൻ ഏറ്റെടുത്ത ഒരു ശരീരമാണ് അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ. ആ ശരീരത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്ന ഒരു ശരീരമായിരുന്നു. അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ തക്കണം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മറുമണിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പോയി. അവിടെ ചെന്ന് ആ ദേഹം എന്ന തെരശ്ശീലയുടെ അല്പം ഭാഗം എടുത്തൊന്ന് മാറ്റി. അവിടെ വായിക്കുന്നു, ഭൂമിയിൽ ഒരു അലക്കാരനെ കൊണ്ട് പോലും വെളുപ്പിക്കാൻ കഴിയാത്ത നിലയിൽ അവന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനിടയായി. മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ പാടില്ലാതെ അവർ ബോധം കെട്ട് നിലത്ത് വീണു. ദേഹം എന്ന തെരശ്ശീല കൊണ്ട് അവനെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇനി യേശു ക്രിസ്തുവിനെ നമ്മൾ അതേ പറയുന്ന ഒരു വാചകമാണല്ലോ ഇവിടെ വായിച്ചത്, ഞാൻ ആദ്യനും അന്തിനുമാകുന്നെന്ന് സർവശക്തനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളെടുത്ത് ഞാൻ നിങ്ങളെ വിവരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. നമ്മുടെ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തു ദൈവമാണ്. ഒന്ന്, അവനെ കുറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് എൽഷദായി, സർവശക്തൻ. എങ്ങനെയാണ് കർത്താവ് സർവശക്തനാകുന്നത്? എബ്രായലേഖനം വാക്യത്തിലേക്ക് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നുവെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം പഴയ നിയമ പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. സൂക്ഷ്മമായി പഠിച്ചിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ എബ്രായ വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ആ വ്യാഖ്യാനം എത്ര ആഴമാണ്,
സൂക്ഷ്മമായി അതേ പൗലോസ് പെട്ടെന്ന് കയറി സുവിശേഷം വലിച്ചിറങ്ങിയല്ലായിരുന്നു. ഡെമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ദർശനം ഉണ്ടായപ്പോൾ ഏകദേശം 3 വർഷത്തോളം താൻ അറേബ്യയിൽ പോയി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിന് പ്രാപിച്ച വെളിപ്പാടാണ് ഗലാത്യലേഖനം 2-ാം അധ്യായം വായിച്ചു നോക്ക്. അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. തന്റെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, എബ്രായ ലേഖനത്തിൽ സകലത്തെയും നമ്മുടെ കർത്താവിനെ കുറിച്ച് ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. 1-ാമത്തെ വാക്യം നമുക്ക് പണ്ട് ഭാഗമായിട്ടായിരുന്നു. മോശയോട് പറഞ്ഞു, നിനക്ക് എൻ്റെ ഒരു ഭാഗമേ കാണാൻ നിൽക്കത്തുള്ളൂ, എന്നെ മുഴുവനായി കണ്ടാൽ നീ മരിച്ചു പോകും. ഒരു ഭാഗം കാണിച്ചു. പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആകുന്നുവെന്ന് സർവത്തിന്മേലും അധികാരമുള്ള യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയും പ്രകൃതിന്മേൽ യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. പ്രകൃതിന്മേൽ ലൂക്കോസിന്റെ സുവിശേഷം മത്തായി സുവിശേഷം എഴുതിയെടുക്കാം. മത്തായി 8:26 വായിക്കുമ്പോൾ കാറ്റേ അടങ്ങൂ, നമുക്ക് ആ ഭാഗം അറിയാം, കടലേ ശാന്തമാകും. സകല ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആ ശിഷ്യന്മാർ പറഞ്ഞു, ഇവൻ പറയുമ്പോൾ കാറ്റും കടലും എങ്ങനെ അടങ്ങുന്നു? നമ്മുടെ കർത്താവായ യേശു സർവശക്തനാണ്. പ്രകൃതിന്മേൽ അധികാരമുണ്ടായിരുന്നു, രോഗത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു. നമ്മൾ അതേ ആ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു കിടന്നു. കർത്താവായ യേശു ക്രിസ്തു അവളെ സൗഖ്യമാക്കി. അങ്ങനെ എത്രയോ രോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്നു. സകല രോഗത്തിന്റെ മേലും അധികാരമുള്ളവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇനിയും മരണത്തിന്മേൽ അധികാരം ഉണ്ടായിരുന്നു. മരണത്തിന്മേൽ നമ്മുടെ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി 3 പേരെ താൻ ഉയർപ്പിച്ചു. അതിലൊന്ന് നയനിലെ വിധവയായിരുന്നു, വിധവയുടെ മകനെയായിരുന്നു. ലൂക്കോസ് 7:14 വായിക്കുമ്പോൾ, ബാല്യക്കാരാ എഴുന്നേൽക്ക്. നോക്കണമേ, ശവമഞ്ചത്തിൽ വെച്ച് ശവം അടക്കാൻ തക്കൊണ്ട് പോവുകയായിരുന്നു. ആ അടക്കാൻ പോകുന്ന സമയത്താണ് കർത്താവ് നയനിലേക്ക് കടന്നു ചെന്നത്. നയൻ ഒരു ചെറിയ പട്ടണമാണ്. അതേ ഒരു വിധവ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വരുന്നു. ഏക മകൻ മാത്രമേ ഉള്ളൂ. കർത്താവ് മനസ്സലിഞ്ഞു. ഇതറിഞ്ഞുകൊണ്ടാണ് കർത്താവ് അവിടെ കടന്നു വന്നത്. ഒരു വിധവമാരെ കുറിച്ച് ഏറ്റവും വിചാരപ്പെടുന്ന കർത്താവായിരുന്നു നമ്മുടെ യേശു ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4 വിധവമാരുടെ ചരിത്രം കർത്താവ് അവിടെ വിവരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതാ ഒരു വിധവ, ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു വിധവയാണ്, നയനിലെ വിധവ. സാരെപ്പാത്തിലെ വിധവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആലയത്തിൽ അതേ സ്വോത്രാഴ്ചയിട്ട 2 കാശിട്ട വിധവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനീതിയുള്ള ന്യായാധിപനും ജീവിതത്തിൽ പ്രശ്നമായി കടന്നു വന്നിരിക്കുന്ന ഒരു വിധവയെ കുറിച്ച് ലൂക്കോസ് 18-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിധവന്മാർക്ക് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതെ, ഈ നയനിലെ വിധവ വാവിട്ട് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ യേശു ക്രിസ്തു കടന്നു എന്ന് മഞ്ചത്തെ തൊട്ടു. കൊടുത്ത പദം എന്തറിയാം? ബാല്യക്കാരാ എഴുന്നേറ്റ് വരിക. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാരാ എഴുന്നേറ്റ് വരിക. ആ ബാല്യക്കാരൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ജീവന്റെ മേൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള യേശു ക്രിസ്തു സർവശക്തനാണ്. അതുപോലെ തന്നെ ലൂക്കോസ് 8-ാം അധ്യായം 55-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യായിറോസിന്റെ മകളോട് പറയാണ്, അവൾ മരിച്ചു കിടക്കുകയാണ്. ഭയങ്കര കരച്ചിലാണ് അവിടെ നിൽക്കുന്നത്. യായിറോസ് പറഞ്ഞു, യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു, ഇനി ഗുരുവിനെ അസംഖ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭാരപ്പെടണ്ട, അവൾ ഉറങ്ങുകയാണ്. അത് യേശു ക്രിസ്തു കടന്നു ചെന്ന ആ യാത്ര നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടേക്ക് കയറി ചെന്നപ്പോൾ വലിയ പുരുഷാരമുണ്ട്. യേശു ക്രിസ്തു അകത്തേക്ക് കടന്നു നിന്നു. അകത്തേക്ക് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് അകത്തേക്ക് കടന്നു ചെന്നത്. ബാല ഉറങ്ങാന്നാ പറഞ്ഞത്. ബാലേ എഴുന്നേൽക്കാം. ഉടൻ തന്നെ അവളുടെ ജീവൻ മടങ്ങി വന്നു. മരണത്തിന്റെ മേൽ അധികാരമുള്ള യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഇനി ലാസർ മരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തേക്ക് നോക്കി, എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. മരിച്ച് നാറ്റം പിടിച്ചിരുന്ന ലാസറിനെ മരിച്ചിട്ട് 4 ദിവസമായി.
മരിച്ച് നാറ്റം പിടിച്ചിരുന്ന ലാസറിനെ ഉയർപ്പിച്ചു. മരണത്തിന്മേൽ അധികാരമുള്ളവൻ നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവശക്തനായ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ. യേശുക്രിസ്തു അത് സർവശക്തനായ ദൈവമാണ്. ഈ ബോംബെയില് ഒരു ഡോക്ടർമാര് അത് പന്തയം വെച്ച സ്റ്റുഡൻസ് ഒക്കെ പന്തയം വെച്ച ഒരു സംഭവമുണ്ട്. അത് ഞാൻ ബോംബെ ഇരിക്കുന്ന കാലത്ത് നടന്ന സംഭവമാണ്. അവര് പറഞ്ഞ ഒരു വാചകം, ഒരു ഡോക്ടർ സ്റ്റുഡന്റ് മറ്റൊരു ഡോക്ടറോട് പറഞ്ഞു, അതെ എല്ലാവരും നല്ല ധൈര്യശാലികളാണ്, സെമിറ്റല്ല മോർച്ചറി ചെന്ന് ഒരു ശവം അവിടെ കിടപ്പുണ്ട്, അതിന്റെ വായിൽ ഒരു സിഗരറ്റ് ഞാൻ കൊണ്ടുവെക്കും. ഒരു ഡോക്ടർ പറഞ്ഞു, അത് നിനക്ക് അർദ്ധരാത്രി 12 മണിക്ക് എടുത്തോണ്ട് വരാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും ധൈര്യശാലികൾ. ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ഇവൻ കടന്നു ചെന്ന് മോർച്ചറി തുറപ്പിച്ചപ്പോൾ ഒരു ഡെഡ് ബോഡിയിൽ ഒരു സിഗരറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ധൈര്യമുള്ള ഡോക്ടർ ആ സിഗരറ്റ് ഇങ്ങോട്ട് എടുത്തപ്പം ഡെഡ് ബോഡി ഇങ്ങനെ എഴുതിട്ട് വന്നു. ഇദ്ദേഹം അവിടെ ബോധം കെട്ട് നിലത്ത് വീണു. നടന്ന സംഭവമാണ്. അവിടെ കിടന്നാരെന്നറിയാമോ? പന്തയം വെച്ച മറ്റേ വ്യക്തി. അപ്പൊ ഇവനെക്കാട്ടും ധൈര്യശാലി അവിടെ. നോക്കണമെങ്കിൽ ഒരു ഡെഡ് ബോഡിയുടെ ഇടയ്ക്ക് കയറി മറ്റവൻ കിടക്കുകയാണ്. നോക്കണമേ, ബോംബെ നടന്ന ഒരു സംസാര വിഷയം ഉണ്ടായ ഒരു വിഷയമാണ്. ഈ പന്തയം വെച്ച ഈ വ്യക്തി മറ്റവനെക്കാളും ധൈര്യമുള്ളവനാണ്. അതുകൊണ്ടല്ല ഇങ്ങനെ കയറി കടന്ന് സിഗരറ്റും വെച്ചുകൊണ്ട്. മറ്റവൻ ചെന്ന് രാത്രിയിൽ സിഗരറ്റ് അങ്ങോട്ട് എടുക്കുകയും എഴുന്നേറ്റിഞ്ഞു വന്നു. അത് മറ്റേ പുള്ളിയുടെ ധൈര്യശാലം അവിടെ തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അതെ ലാസറേ പുറത്തു വരിക. മരിച്ച നാട്ടം വെച്ച, എനിക്ക് പല ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ സമയം വളരെയധികം പാലിക്കുന്നവനാണ്. ആരെങ്കിലും മാറ്റം പൊക്കി കാണിക്കരുത് തന്നെ, ഞാനത് ഊരിക്കൊണ്ടിച്ച് പോരും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എന്നെ ആരും കാണിക്കരുത്, എനിക്ക് വലിയ പ്രയാസമാണ്. നോക്കണേ, ഇവിടെ വായിക്കുന്ന എന്താണെന്നറിയാമോ? ലാസറേ പുറത്തു വരിക. ഇനി ഭൂതത്തിന്മേൽ കർത്താവിന് അധികാരമുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവന്റെ അരിക്കൽ ഭൂതബാധിതരെ എല്ലാം കൊണ്ടുവന്നു കേട്ടോ. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ. ഭൂതങ്ങൾ എന്ത് ചെയ്തു? കർത്താവിന്റെ അരികിൽ വന്നപ്പോൾ അതെല്ലാം വിട്ടുപോയി. പിശാചുക്കളുടെ മേൽ അധികാരമുള്ളവനായിരുന്നു കർത്താവ്. ഭൂതത്തെ കാണുമ്പോൾ പോകാൻ പറഞ്ഞാൽ അലറിക്കൊണ്ട് പോകുമായിരുന്നു. ഒരിക്കലും ഒരു ഭൂതം ബാധിച്ച ഒരു സ്ത്രീ, അത് പള്ളിയിലാണ്. യേശുക്രിസ്തു പള്ളിയിൽ ചെന്നപ്പോൾ പ്രധാനപ്പെട്ട 4 സംഭവങ്ങൾ നടന്നു. അതിൽ ഒരു കൂനിയായ സ്ത്രീ, അത് എന്ന് യോഗത്തിന് വരുന്നുണ്ട്, എപ്പോഴും കൂനിയായിരിക്കുന്നത്, വചനമെല്ലാം മൂടിക്കൂടാ പോകുന്നത്. കർത്താവ് പറഞ്ഞു, നീ എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഇത്ര നാളായി. പലരും അങ്ങനെയല്ലേ? ദൈവത്തിന്റെ ആലയത്തിൽ ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്നെങ്കിലും കൂനി ഇരിക്കുന്ന പ്രിയപ്പെടുന്നുണ്ട്. ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്നില്ല. ഞാൻ 14-15 പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലർക്ക് ഇംഗ്ലീഷ് ഉമ്മ ഇരുന്നൊരു കോട്ട് വാങ്ങിക്കൊണ്ടിരിക്കും. അതേ ആ കൂനൊക്കെ ഒന്ന് മാറണം. ഇവിടെ കൂനിയായ സ്ത്രീയോട് പറഞ്ഞു, 18 സംവത്സരമായി ഈ ആലയത്തിൽ വന്നുകൊണ്ടിരിക്കും, ഒന്നും കേൾക്കാൻ ഒക്കത്തില്ല, ഇങ്ങനെ മോളിൽ കൂടെ അങ്ങ് പോവാം, നിന്റെ കൂന് നീവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് പള്ളിയിൽ നടന്ന ഒരു സംഭവമാണ്. എന്നാൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു, അതേ ദാവീദിന്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ഉടനെ നമുക്ക് ഇവരെ ഒതുക്കാൻ്റെ കൊണ്ട് ഒക്കത്തില്ല. ഇതൊക്കെ പൈശാചിന്റെ അത് ശൈല്യമാണ്. അതിനൊക്കെ നമുക്ക് പരസിച്ച് അകറ്റാം. ദൈവത്തിന് സ്തോത്രം. വചനം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സകല ഭൂതങ്ങളെയും അവൻ പറഞ്ഞു വിട്ടു. ഭൂതങ്ങളൊക്കെ കാണുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച സ്ത്രീ പറയാണ്, ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കരുത്. പിശാചിന് സമയത്തെക്കുറിച്ച് വലിയ ബോധമുണ്ട്. നമുക്കെല്ലാം സമയത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ചിലർക്ക് സമയത്തെക്കുറിച്ച് ബോധ്യമില്ല. ഞാൻ ക്ലാസ്സിലെല്ലാം ഉടനെ ചാടി ഇതിലേക്ക് കയറുന്നത് എന്നെ വെയിറ്റ് ചെയ്ത് ഒറ്റ കുഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. വചനം കേൾക്കുമ്പോൾ വചനം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. എൻ്റെ ഒരു പ്രിൻസിപ്പിളാണത്. ഞാൻ വചനം പറയാൻ നേരത്ത് മാത്രം ഓടിക്കേറി വരിക, പിന്നെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോവാൻ. ഞാൻ അങ്ങനെ പോകുന്ന വ്യക്തിയല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവനായ കർത്താവ് ഇടയാക്കട്ടെ. ഇനിയും നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും, എഫേസ്യർ 1-ന്റെ 20 മുതൽ 23 വരെ, മത്തായി 28-18, മത്തായി 28-18 വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ വാക്യം വായിക്കുമ്പോൾ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും മീതെ ഇരുത്തുകയും സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു.
സകലത്തിന്റെ മേലും അധികാരമുള്ളവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇനി 6 കൊലോസ്യ ലേഖനം 1:16-17 വായിക്കുമ്പോൾ വാഴ്ചകളുടെ മേൽ സകല വാഴ്ചകളുടെ മേലും സകല കർത്തൃത്വങ്ങളിന്മേലും അധികാരമുള്ളവനായിരുന്നു കർത്താവ്. അവൻ സർവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും എബ്രായ ലേഖനം 2-ാം-അധ്യായം 18 വായിക്കുമ്പോൾ അവിടെ മേലും വായിക്കുന്നു സകലത്തിന്മേലും അധികാരിയാണ് കർത്താവ്. സകലത്തിന്മേലും അധികാരി. യേശു സർവശക്തനാണ്. അതേ നമ്മൾ ഇവിടെ വായിച്ച വാക്യം 19-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 19-6 വായിക്കുമ്പോൾ ഹല്ലേലൂയ വായിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം അടുത്തുവല്ലോ. സർവശക്തനായ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ദൈവസ്തോത്രം. സർവശക്തനായ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ആകയാൽ യേശു ക്രിസ്തു സർവശക്തനാണെന്ന് തെളിയിച്ചു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചുരുക്കമായി പറഞ്ഞതാണ്. ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സർവവ്യാപി. യേശു ക്രിസ്തു സർവവ്യാപിയാണ്. ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വിശ്വാസികൾ ഇന്ന് ലോകത്തിൽ നിങ്ങളെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് പല ദേശത്തു നിന്ന്, ഞാൻ അമേരിക്കയിൽ നിന്ന്, ഈ അമേരിക്കയിൽ നിന്നുള്ള പല പ്രിയപ്പെട്ടത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ഈ മെസ്സേജ് 20,000 പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ ഒക്കാത്ത അനേക പ്രിയപ്പെട്ടവർ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കത്തിലാണെങ്കിൽ ആരുടെ ഫോൺ വന്നാലും ഞാൻ എടുക്കും. വിശ്വാസികൾ ഇന്ന് ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചെതറിക്കിടക്കുകയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവർ നടുവിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശു ക്രിസ്തു സർവവ്യാപിയാണ്. അവിടെ പൂനായി 3 പേരെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവുണ്ട്. ഞാൻ ഇവിടെ 2-3 പേരെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കർത്താവുണ്ട്. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തിലെ ദൈവത്തിന് ദൈവം എന്ന് പറയത്തില്ല, ദേവന് ഇങ്ങനെ പറയാൻ തക്കവണ്ണം സാധിക്കുമോ? ശ്രീകൃഷ്ണൻ അതേ ഒരു അബദ്ധവശാൽ ഒരു കാട്ടാളിന്റെ അമ്പേറ്റാണ് മരിച്ചുപോയത്. ശ്രീബുദ്ധൻ അതേ പ്രായം ചെന്ന് വൃദ്ധനായിട്ടാണ് മരിച്ചത്. അവരൊക്കെ നന്മ ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം മരിച്ചുപോയി. ചിലര് അതേ ധ്യാനിച്ച് മരിച്ചുപോയി. ലോകത്തിലെ അനേക ദേവന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. അവരുടെ കാലം കഴിഞ്ഞ് അവർ മരിച്ചുപോയി. എന്നാൽ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ 2 പേര് കൂടുന്ന സ്ഥലത്ത് ഞാൻ വന്നോളാമെന്ന് പറഞ്ഞിട്ടുള്ളൂ? ഒറ്റ ആൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. കാരണം അവൻ സർവവ്യാപിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുണ്ട്. ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതേ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനോ ലോകം അവസാനിക്കുന്നവരെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. പാസ്റ്റർ ലാലുവിനോടുകൂടെ കർത്താവ് ഇരിക്കുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുന്ന എന്നോടുകൂടെ കർത്താവ് ഇരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനം 1:23 ഇങ്ങനെ വായിക്കുന്നു, എല്ലാറ്റിന്റെയും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭ എന്ന് വായിക്കുന്നു. എല്ലാറ്റിന്റെയും നിറയ്ക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭ. എല്ലായിടത്തുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. സർവവ്യാപി, അവൻ സർവശക്തൻ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഞാൻ തെളിയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നോട് ചോദ്യം ചെയ്യാനോ തർക്കിക്കാനോ ധൈര്യമുള്ളവർ എന്നെ ഫോൺ ചെയ്ത് വിളിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ചോദ്യം ചെയ്യുവാൻ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അത് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് ബാക്കി കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. 3-ാമത്, യേശു ക്രിസ്തു സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല കേട്ടോ. അതേ സകലവും അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സർവവും അറിയുന്ന സർവജ്ഞാനിയായിരിക്കുന്ന നമ്മുടെ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമായിട്ട് അതേ കാര്യമുള്ളത്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ നീ സകലതും അറിയുന്നു കേട്ടോ. നീ സകലതും അറിയുന്നു. ശിഷ്യന്മാര് പറയാണ്, നീ സകലതും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 21:17 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ് പറയാണ്, കർത്താവേ 3 പ്രാവശ്യം ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു?
അവൻ പറഞ്ഞു എനിക്ക് പ്രിയമുണ്ടെന്ന, സ്നേഹമുണ്ടെന്നല്ല പറയുന്നത്, അഗാപ്പയുണ്ടെന്നല്ല പറയുന്നത്. നമ്മുടെ ബൈബിൾ കോളേജിന്റെ പേര് തന്നെ അഗാപ്പ എന്നാണല്ലോ. അവനോട് ചോദിക്കുന്ന ചോദ്യം, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് പ്രിയമുണ്ടെന്ന, അഗാപ്പയുണ്ടെന്നല്ല അവൻ പറയുന്നത്. ദൈവത്തിന് മൂന്നാമത്തെ പ്രാവശ്യവും അവൻ കർത്താവ് ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നല്ല ചോദിച്ചത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ആ രീതിയിലേക്ക് കർത്താവ് മടങ്ങി വന്ന് ചോദിക്കുക, നീ പറയുന്നത് ശരിയാണോ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു, കർത്താവേ നീ സകലതും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവ് ഒരു പ്രവചനം പ്രവചിച്ചു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളിടത്ത് നടന്നു, വയസ്സനായ ശേഷം നിന്റെ അരകെട്ടി മറ്റൊരുത്തൻ നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. ശമരിയക്കാർത്തിയുടെ ജീവചരിത്രം മൊത്തം പറഞ്ഞതാണ് നമ്മുടെ കർത്താവ്. സകലം അറിയുന്നു. ശമരിയക്കാർത്തിയുടെ സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോ, അതേ എനിക്ക് വെള്ളം കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. ഉടനെ അവള് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ, ഒരു ശമരിയക്കാർത്തി ആയിരിക്കുന്ന സ്ത്രീ ആയ എന്നോട് നീ വെള്ളം ചോദിക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കാനെല്ലാം പിന്നെയും ദാഹിക്കും. ആദ്യമേ യേശുവിനോട് മനസ്സിലാക്കി, നീ ഒരു യഹൂദനാണ്. കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നതെല്ലാം പിന്നെയും ദാഹിക്കും. ഉടനെ അവൾ പറഞ്ഞു, യജമാനെ എനിക്ക് ആ വെള്ളം തരണം. ഉടനെ പറഞ്ഞു, നീ എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. അവൾ പറഞ്ഞു, ഭർത്താവില്ലെന്ന്. കർത്താവ് എടുത്തു, നിനക്ക് പറഞ്ഞത് ശരിയാ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോ ഉള്ളവനോ ഭർത്താവല്ല. നോക്കണമേ, അവരുടെ ജീവചരിത്രം മൊത്തം വെളിപ്പെടുത്തിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. അവസാനം അവൾ ആന്യം പറയാൻ തുടങ്ങി, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ ഈ മലയിലുമല്ല ആ മലയിലുമല്ല, പിതാക്കന്മാർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. ഞാൻ തന്നെയാണ് മസിയ, ഞാൻ തന്നെയാണ് മസിയ. അവൾ ആദ്യം യഹൂദനായിട്ട് മനസ്സിലാക്കി, പിന്നെ യജമാനായിട്ട് മനസ്സിലാക്കി, പിന്നെ അതേ യഹൂദൻ, യജമാനൻ, പ്രവാചകൻ, നീ പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാലാമത് അവള് പറയുന്നു, ഞാൻ മസിയായെ കണ്ടുമുട്ടി. ജീവചരിത്രം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവചരിത്രം മൊത്തം അറിയാവുന്നവർ നമ്മുടെ കർത്താവ്. അവൻ സർവജ്ഞാനിയാണ്. കടലിന്റെ ആഴത്തിൽ ഇവർക്ക് കരം കൊടുക്കാൻ ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശിഷ്യന്മാരോട് പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു ചൂണ്ടലെടുത്തുകൊണ്ട് അത് കടലിൽ കൊണ്ടിടാൻ പറഞ്ഞു. കടലിൽ ആദ്യം കിട്ടുന്ന മീനിൽ അതിൻ്റെ അകത്തൊരു ചതുരമപ്പം കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കടലിന്റെ അടിയിൽ കൂടെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മത്സ്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഇവർക്ക് കൊടുക്കാനുള്ള കരം, ചതുരമപ്പണം അവിടെ ഉണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ചൂണ്ടയുടെ ആദ്യം കിട്ടുന്ന മീനെ പിളർക്ക്, അതിൻ്റെ അകത്തൊരു ചതുരത്വം കടലിന്റെ ആഴത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ചതുർബ്രഹ്മൻ കണ്ടുപിടിക്കാൻ കഴിവുള്ള സർവജ്ഞാനിയാണ് നമ്മുടെ കർത്താവ്. യഹൂദജാതിക്കും ലോകത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള ഭൂതകാലം ഭാവികാലം എല്ലാം അറിയുന്നതാണ് കർത്താവ്. 139 സങ്കീർത്തനം വായിച്ചു നോക്കിയേ. എന്റെ സമയം സൂര്യൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു കേട്ടോ. എന്റെ നിരൂപണമൊക്കെയും നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. സക്കായി ഓടിപ്പോകുമ്പോൾ യേശുവിനെ കാണാൻ ഓടിപ്പോയല്ലേ. അതേ ലൂക്കോസ് 19-ാം അധ്യായത്തിൽ യേശു എങ്ങനെയുള്ളവരെന്ന് കാണാം, പുള്ളിക്ക് അത്രേ ഉള്ളൂ, എങ്ങനെയുള്ളവരെന്ന് കാണണം എന്ന് വിചാരിച്ച് ആ പുരുഷൻ നിമിത്തം കാണാൻ കഴിയുന്നില്ല. അവൻ ഓടിപ്പോയി കാട്ടത്തിയുടെ മോളിൽ കയറി ആ ഇലകളാൽ നിബിഡമായിരിക്കുന്ന അതിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു വേറെ വഴിയോടായിരുന്നു യാത്ര ചെയ്യേണ്ടത്. എന്നെ കാണാൻ ഒരു സക്കായി പോകുന്ന അറിഞ്ഞ ഉടനെ ആ വഴിയോടെ തിരിച്ചു വിട്ടു. അതിന് കീഴെ വന്ന് മേലോട്ട് നോക്കി, ഇവന്റെ ഇടപാട് തീർന്നുപോയി. പേര് സഹിതം പിടിച്ചു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സാധാരണ കയറുമ്പോഴാണ് ഇച്ചിരി ബന്ധപ്പാട്. ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഊർന്നിറങ്ങിയാൽ മതി. കമുകയിലൊക്കെ കയറിയ ആൾക്കാരില്ലേ, കയറുമ്പോൾ ഇച്ചിരി ബന്ധപ്പാട്. ഇറങ്ങുന്നിടത്ത് ഊർന്നിറങ്ങിയാൽ മതി. എന്നാൽ അവിടെ ഇരിക്കുന്നത് അവൻ ബന്ധപ്പെട്ട് ഇറങ്ങിയെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ഇറങ്ങി വന്നു. അവന്റെ ചരിത്രം മൊത്തം കർത്താവിനെ കണ്ടു പറഞ്ഞ അവൻ തന്റെ ചരിത്രം പറയാൻ തുടങ്ങി. നിന്റെ ആത്മാവിനെ ഞാൻ ഒളിച്ചവിടേക്ക് പോകും. നിലവിലേക്ക് പോയ യോന, അവന്റെ നിരൂപണമൊക്കെ കർത്താവ് കണ്ടു. നോക്കണമേ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി കർത്താവ് പറഞ്ഞു, അതെ നമ്മുടെ തലയിലെ ഒരു മുടി, ഇന്ന് രാവിലെ തലയൊക്കെ എത്ര പേരുടെ മുടിയാണ് പൊഴിഞ്ഞു പോയത് വല്ലതും അറിയുന്നുണ്ടോ? എത്ര മുടി പോകുന്നു ആരറിയുന്നു? അപ്പൊ എന്താണെങ്കിൽ മുടി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ലാലു പാഷയുടെയും തലയിലെ മുടി അതേ ചുറ്റുപാടുമൊക്കെ ഉള്ളൂ. എൻ്റെ അതുപോലെയൊക്കെ ആണ് എല്ലാവരുടെയും. ഈ മുടി എങ്ങനെ പോയിരുന്നു? ഇതിന്റെ എണ്ണം നിങ്ങൾക്ക് അറിയാമോ
ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയിലെ ഒരു മുടിയുടെ എണ്ണം അറിയുന്ന കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. 1 കൊരിന്ത്യർ വാക്യം ചേർത്ത് 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ആകയാൽ കർത്താവ് വരുവോളോ സമയത്തിന് മുന്നേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്താൻ പോകുകയാണ് കേട്ടോ. കർത്താവ് വരുവോളും സമയത്തിന് മുന്നേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. മർക്കോസ് 2:8 വായിക്കുമ്പോൾ, മർക്കോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്താവ് കഫർന്നവും ഇരിക്കുന്ന വേളയിൽ 4 പേരെ ഒരു പട്ടക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങളെ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഉടനെ ഇവരെ ഹൃദയത്തിൽ ചിന്തിക്കുക. അതായത് കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് കേട്ടോ. അവരുടെ ചിന്തകളെ അറിഞ്ഞ കർത്താവാണ്. പാപങ്ങളെ കർത്താവ് പാപത്തെ മോഹിച്ചു വന്നപ്പോൾ പാപമോചനം കൊടുക്കുന്ന ഇവിടെ ആര് എന്ന് പറഞ്ഞ് അവർ ചലിക്കാൻ തുടങ്ങി. ഹൃദയത്തിലെ ചലിക്കുന്നത്. അന്ന് കർത്താവ് പറയാണ്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ അറിയുന്ന ദൈവം യോഗത്തിരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയം ചിന്തിക്കുന്ന അനേക ചിന്തകളില്ലേ, അതറിയുന്ന ഒരു കർത്താവാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1:24 പത്രോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ്, യൂദാ പോയ സ്ഥലത്തേക്ക് ആരെ തെരഞ്ഞെടുക്കണം നീ അറിയിക്കണമേ. അപ്പൊ നമ്മുടെ കർത്താവ് സകലവും അറിയുന്ന കർത്താവാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്റെ ഈ വിഷയം തീർന്നില്ല, ഞാൻ ചുരുക്കമായി അടുത്ത ആഴ്ചയുടെ ബാക്കി പറയാം. അതേ വെളിപ്പാട് 2:23 വെളിപ്പാട് 2:23 ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. ഹൃദയത്തിലുള്ള സകല സർവശക്തൻ കേട്ടോ, സർവവ്യാപി, സർവജ്ഞാനി ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവൻ സർവശക്തൻ, ഞാൻ അല്പയും ഓമേഗയും ആകുന്നു എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിന് മാത്രമേ പാപമോചനം നൽകുവാൻ അധികാരമുള്ളൂ. അവർ പറഞ്ഞു, ദൈവത്തിന് മാത്രമേ പാപമോചനം നൽകുവാൻ അധികാരമുള്ളൂ. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന്റെ പാപം ദൈവം ക്ഷമിച്ചതായി നമുക്ക് കാണുവാൻ എന്തൊക്കെ കഴിയുന്നു. സകല ദൈവമക്കളുടെയും പാപം എന്തൊക്കെയാണെന്ന് അറിയാവുന്ന കർത്താവാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, ആകാൻ അതേ അവിടുത്തെ ശബരാത്മത്തെ വസ്തുക്കളിൽ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞില്ലേ. അവൻ ചില അതേ നിലയെങ്കിയും വെള്ളിക്കട്ടിയും എല്ലാം കണ്ട് എടുത്ത് ഒളിച്ചു വെച്ചില്ലേ. ആര് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് ഇവന് യുദ്ധത്തിന് പോവുകയാണ്, ഇവന് കൈകൊട്ടി പാടുകയാണ്, പ്ലാറ്റ്ഫോം ഇരുന്ന് അതേ ആരാധിക്കുകയാണ്. ഭയങ്കരം അതേ കള്ളത്തരം കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ചീട്ടൊക്കെ ഇടുന്നത് വരെ ഇവൻ വെളിപ്പെടാതിരുന്നില്ലേ. എന്നാൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നമ്മൾ പറയണ്ടേ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവസാനം ദൈവമായ കർത്താവ് അവനെ പിടിച്ചു. കാരണം വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം അതേ ഇന്ത്യയിലെ സമയം 10 മണിയായി. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആ വാക്ക് സത്യം, നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്. അതേ എനിക്ക് 2-3 വാക്യം കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ തക്ക കഴിയുന്നു. ഞാനത് പറഞ്ഞുവിടാം, നിങ്ങൾ എഴുതിയെടുത്തു. യേശു ക്രിസ്തു ദൈവമാണ്. ഇത്ര ഞാൻ വിവരിച്ചതാണ് പറഞ്ഞത്. 1 യോഹന്നാൻ 5 മിനിറ്റ് കൊണ്ട്, എപ്പോഴും ഞാൻ ഒരു 2-3 മിനിറ്റ് ഡേറ്റാണ് പറയുന്നത്. 1 യോഹന്നാൻ 5:20 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. പ്രത്യക്ഷമായി വെളിപ്പെട്ടിരിക്കുന്ന ചില വാക്യങ്ങൾ, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. റോമാലേഖനം 9:5 വായിക്കുമ്പോൾ കേട്ടോ, അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതേ ദൈവം നമ്മുടെ യേശു ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരെങ്കിലും എടുത്തോ, റോമർ 9:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ആ വാക്യം എന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി, അതെനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. 9:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതേ അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവം. നോക്കണമേ, റോമാലേഖനം 9:5 വായിക്കാണ്, യേശു ക്രിസ്തു സർവത്തിനും മീതെ ദൈവം. ഇത് കൂടുതൽ തെളിയിക്കാൻ തക്കണം എന്താണുള്ളത്. യേശു ക്രിസ്തുവിന്റെ
ഇനി തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-12, തീത്തോസ് 2:9-12, 3-ാം അധ്യായം 4-7. അവരുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായ നമ്മുടെ ദൈവമായ കർത്താവായ യേശു എന്ന് വായിക്കുന്നു. മഹാദൈവം, യേശു ക്രിസ്തു മഹാദൈവം. ആ വാക്യം നിങ്ങൾ എഴുതിയെടുക്കുക. ഞാനിവിടെ ഇനി അടുത്ത ആഴ്ച ഈ വിഷയം എടുക്കുന്നില്ല. അതേ തീത്തോസ് 2:9-12, 3-ാം അധ്യായം 4-7. അവൻ സകലത്തിനും അതേ ദൈവമാണ്, മഹാദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് നമ്മൾ വായിക്കും. കൊലോസ്യ ലേഖനം 2:9, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും. യെശയ്യാ 9:6, ആധിപത്യം അവന് തോന്നിയിരിക്കും, അവൻ വീരനാം ദൈവം, നിത്യപിതാവേ. അപ്പോസ്തലപ്രവൃത്തി 16:34 വായിക്കല്ലേ, പിന്നെ അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീടൊക്കെ ആനന്ദിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞു, കാരാഗ്രഹത്തിൽ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടായിരിക്കും. അവർ രാത്രിയിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അപ്പോസ്തലപ്രവൃത്തി 16:34 വായിക്കുന്നത്, അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ആരാ? യേശു ക്രിസ്തുവിലാണ് വിശ്വസിച്ചത്. എന്നാൽ എടുത്തു പറഞ്ഞിരിക്കുന്ന വാദം, അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീടൊക്കെ ആനന്ദിച്ചു. ഇനി മത്തായി 1:12 വായിക്കുമ്പോൾ അവന് ഇമ്മാനുവേൽ എന്ന് പേർ പെടണം. അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പൊ ദൈവം നമ്മോട് കൂടെ. യേശു ദൈവമാണ്, അല്ലോ പറ ദൈവം. ഇനി 1 തിമോത്തിയോസ് 2:15-16 വാക്യം വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 15-ാമത്തെ വാക്യം വായിച്ചെങ്കിലും അറിയാവുള്ളൂ. ആ വാക്യം അതേ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതെ, 1 തിമോത്തിയോസ് 2:15-16 ദൈവം എന്ന് പറഞ്ഞിട്ട് അടുത്തായിട്ട് പറയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അത് ഇംഗ്ലീഷിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ താഴോട്ട് വായിക്കുമ്പോഴും യേശു ക്രിസ്തു ദൈവമാണെന്ന് അവിടെ തെളിയിച്ചിരിക്കുന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതെ സഭയെ ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുത്തു എന്ന് വായിക്കുന്നു. ദൈവസഭ വീണ്ടെടുത്ത് ദൈവത്തിന്റെ രക്തത്താലാണ്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ തോമസ് പറഞ്ഞ വാചകം എന്താ അറിയാമോ? എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഇനി വെളിപ്പാട് 22:1 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വീതി നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. അവർ ഒന്നിച്ചിരിക്കുന്ന കാഴ്ച. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ ഒക്കത്തില്ല. യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ വന്നിട്ടുണ്ട്. ആരാധിക്കാൻ വന്നപ്പോൾ യേശു ക്രിസ്തു അയ്യോ എന്നെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നമസ്കരിക്കുന്ന ആരാധന മുഴുവൻ കർത്താവ് സ്വീകരിക്കുന്നു. കാരണം എന്താണ്? യേശു ദൈവമായതുകൊണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ വാക്യം ഞാൻ പറയട്ടെ, ഞാൻ ആദിയും അന്തനുമാകുന്നുവെന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അറിയിക്കും. ഇന്ന് രാത്രിക്കാലം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാൻ 100 കണക്കിന് വാക്യങ്ങൾ ഇനി എൻ്റെ ഉണ്ട്. ദൈവം ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. പാസ്റ്റർ ലാലു പോയോ? ഇന്ന് രാത്രികാലം അതിനെ പഠിപ്പിച്ച കർത്താവിന്റെ ദാസനായി കർത്താവിനെ സ്തുതിക്കാം. പാസ്റ്റർ CV ആൻഡ്രൂസ് നമ്മുടെ ബൈബിൾ കോളേജിലും നമുക്കെല്ലാം അനുഗ്രഹമാകുമാറ് കർത്താവിന്റെ ദാസൻ വളരെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് കടന്നു വന്ന് വചനം പഠിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയെ നമുക്കായിരിക്കാം. വളരെ ഉത്സാഹത്തോടെ നമുക്ക് കടന്നു വരാം. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മൾ ഇത്രത്തോളം സഹായിച്ചുവല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലം കടന്നു പോകാം. സിസ്റ്റർ ബീന ജോൺ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? അൺമ്യൂട്ട് ചെയ്താട്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, കർത്താവേ, ഈ സമയം കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും കർത്താവേ, ആൽഫയും ഓമേഗയായ എൻ്റെ കർത്താവിനെ കുറിച്ച് കേൾക്കുവാനും കർത്താവേ ദൈവമേ, നീ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ, അത് പഠിക്കുവാനും ഗ്രഹിക്കാനും ഒക്കെ ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവദാസനെ അതിനായി ഒരുക്കിയല്ലോ കർത്താവെ, അധികം കൃപയോടെ നിർത്തിക്കൊള്ളണമേ കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ അതിശ്രദ്ധയോടെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിലായിരിക്കുന്ന ദൈവദാസന്മാരെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഒരേക ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. വീണ്ടും കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുവാനും വീണ്ടും കർത്താവെ പഠിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മാനവും മഹത്വവും കൊടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കടന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വൈകിട്ട് ക്ലാസ് ഉണ്ടല്ലോ, പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. നാളെ നമുക്ക് കടന്നു വരാം. കർത്താവ് സഹായിക്കട്ടെ. ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും വചനം പഠിച്ച നമ്മൾ ഓരോരുത്തരുടെ കൂടെയും കർത്താവിന്റെ വരവരെയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിനോട് പോകുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. സമാധാനത്തോടെ ആയിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും കാണാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ നാളെ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവരും കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.